മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ഭീഷണി ആശങ്ക മാത്രമാണെന്ന് സുപ്രീം കോടതി. 135 വർഷത്തെ കാലവർഷം അണക്കെട്ട് മറികടന്നു. അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ 3 ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി പറയുന്നു. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എല്ലാ മഴക്കാലത്തും കേരളത്തിന്റെ ഉള്ളിലെ ഒരു നെഞ്ചിലെ ഒരു തീയാണ്, ആദിയാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. വെറും ആശങ്ക മാത്രമേ ഉള്ളൂ എന്ന് സുപ്രീം കോടതി പറയുകയാണോ? ഹാഷ്മി, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോ ജോസഫ് നൽകിയ ഹർജിയിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചത് അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അത് ആശങ്ക മാത്രമാണെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. 135 വർഷമായി കാലവർഷം ഉൾപ്പെടെയുള്ളത് അണക്കെട്ട് മറികടന്നു എന്നുകൂടി സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ വാദങ്ങളിലേക്ക് കടന്നില്ല. അതിനുള്ള കാരണം നിലവിൽ ഈ വിഷയം മറ്റൊരു ബെഞ്ചിന്റെ മുൻപിൽ പരിഗണിച്ചു വരികയാണ്. നേരത്തെ തന്നെ മറ്റൊരു വ്യക്തിയും ഇതുപോലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയും ഈ ബെഞ്ചിന്റെ മുൻപാകെ ലിസ്റ്റ് ചെയ്യാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ഈ ഹർജിയും ജോ ജോസഫിന്റെ ഹർജിയും ആ 3 അംഗ ബെഞ്ച്, ഈ കേസ് നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന 3 അംഗ ബെഞ്ചിന് മുൻപിൽ ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് ടാഗ് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ ഹർജിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ തൃപ്തികരമാണെന്ന് കേന്ദ്ര ജല കമ്മീഷനും സുപ്രീം കോടതി രൂപീകരിച്ച മേൽനോട്ട സമിതിയും സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു, റിപ്പോർട്ട് കൈമാറിയിരുന്നു. എന്തായാലും അതിന്റെ എല്ലാ പശ്ചാത്തലത്തിലായിരിക്കണം കോടതി ഇപ്പോൾ ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഭീഷണി ഉണ്ടെന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത് ആശങ്ക മാത്രമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നമ്മുടെ ആശങ്ക ഒരിക്കൽ കൂടി കൃത്യമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമല്ല ഇപ്പോൾ പറയാൻ പറ്റൂ. കാര്യം നമുക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ നമ്മുടെ കണ്ണിൽ ജനുവിനായ ആശങ്കകളുമാണ്. അത് പക്ഷേ കോടതിയുടെ ശ്രദ്ധയിലേക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ എന്നാഗ്രഹിക്കാം.